ഇരുട്ട്, മരണം, ശ്മശാനം, അഴുക്ക്, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുതരം ഭയവും അറപ്പുമൊക്കെ വരാറില്ലേ? നമ്മൾ ഓരോരുത്തരും ഈ ഭയങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സമൂഹത്തിലെവിടെയോ ഒരു കൂട്ടം മനുഷ്യർ ഈ ഭയങ്ങൾക്കിടയിൽ തന്നെ ജീവിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അഘോരികൾ. എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് ഇത്രമാത്രം വ്യത്യസ്തരാകുന്നത്? അവർക്ക് ഭ്രാന്താണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഭയത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും കഠിനമായ ചില രീതികൾ നൂറ്റാണ്ടുകളായിട്ട് പ്രായോഗികമായിട്ട് ചെയ്യുന്നവരാണ് അവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു മിസ്റ്റിക് വിഷയത്തെക്കുറിച്ചല്ല. അഘോരികൾ എന്ന സന്യാസി വിഭാഗത്തിൻ്റെ ജീവിത രീതികൾക്ക് പിന്നിലുള്ള അതിശക്തമായ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉപബോധ മനസ്സിലെ ഭയങ്ങളെയും അറപ്പിനെയുമൊക്കെ ഇവരെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല അനാവശ്യ ഭയങ്ങളും ഇല്ലാതാകും. അടുത്ത കുറച്ച് സമയം നിങ്ങളുടെ ചിന്തകളുടെ അതിർവരമ്പുകൾ ഭേദിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. മനുഷ്യൻ്റെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന വിധത്തിലാണ്. വൃത്തിയുള്ള ചുറ്റുപാട്, സുരക്ഷിതമായ വീട്, നല്ല ഭക്ഷണം, ഇതെല്ലാം നമ്മുടെ അമിഗ്ഡലയെ ശാന്തമാക്കുന്നുണ്ട്. എന്നാൽ അഘോരി എന്നാൽ ഘോരമില്ലാത്തവൻ അഥവാ ഭയമില്ലാത്തവൻ എന്നാണ് അർത്ഥം. അവർ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെയാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ് അവതരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്: ഷാഡോ വർക്ക്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അവൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തിന് ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരു ഇരുണ്ട വശമുണ്ട്. നമ്മളതിനെ എത്രമാത്രം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് ഭയമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ വളരും. അഘോരികൾ ചെയ്യുന്നത് ഈ ഷാഡോ വർക്കിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള രൂപമാണ്. അവർ ഇരുട്ടിനെയും അഴുക്കിനെയും മരണത്തെയും ഒന്നും അടിച്ചമർത്തുന്നില്ല, പകരം അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. ശ്മശാനത്തിൽ കിടന്നുറങ്ങുന്ന സമയത്തും ചിതാഭസ്മം ദേഹത്ത് പൂശുന്ന സമയത്തും അവർ തങ്ങളുടെ തലച്ചോറിലെ ഭയത്തിൻ്റെ കേന്ദ്രങ്ങളെ നിർജ്ജീവമാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. സമൂഹത്തിലെ വിലങ്ങുകളെ സ്വീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഭയം എന്നുള്ള വികാരം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. നമ്മളിൽ പലരും ജീവിക്കുന്നത് മരണം എനിക്കില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ തന്നെയാണ്. എന്നാൽ എപ്പോഴും ശ്മശാനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ, മൃതദേഹങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അഘോരികൾ അവരുടെ അഹംഭാവത്തെ അഥവാ ഈഗോയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നു. ഇതിനെ സൈക്കോളജിയിൽ ഈഗോ ഡെത്ത് എന്ന് വിളിക്കും. നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നിരന്തരം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റി എഴുതുന്നത് എന്ന് എൻ്റെ ഹിപ്നോസിസ് ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് തന്നെ പറയാറുണ്ട്. നമ്മളെപ്പോഴും സജഷൻ കൊടുക്കുന്നത്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, എനിക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അഘോരികൾ സ്വയം നൽകുന്ന നിർദ്ദേശം അഥവാ ഓട്ടോ സജഷൻ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഒരു ഊർജമാണ്, ഈ കാണുന്നതൊന്നും എൻ്റേതുമല്ല, സ്വന്തം ശരീരം പോലും എൻ്റേതല്ല എന്നതാണ്. അപ്പോൾ ഈ ഒരു ബോധതലത്തിലേക്ക് മാറുമ്പോൾ അവർ ഡ്യുവാലിറ്റിയിൽ നിന്ന് നോൺ ഡ്യുവാലിറ്റിയിലേക്ക് അഥവാ ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് മാറുന്നു. അവർക്ക് നല്ലതെന്നോ ചീത്തയെന്നോ വ്യത്യാസമില്ല, ശുദ്ധിയുള്ളത് അശുദ്ധിയുള്ളത് എന്ന വേർതിരിവില്ല. എല്ലാം ഒരേ പ്രപഞ്ച ഊർജത്തിൻ്റെ, ശിവൻ്റെ ഭാവമാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. ഈ ഒരു ചിന്താഗതി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വന്നാൽ പിന്നെ ആർക്കാണ് നമ്മളെ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഭയപ്പെടുത്താനോ സാധിക്കുന്നത്?
നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണെങ്കിൽ അല്ലെങ്കിൽ ഉയരങ്ങളെ പേടിയാണെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്, എക്സ്പോഷർ തെറാപ്പി. അതായത് എന്തിനെയാണോ ഭയക്കുന്നത് അതിനെ ഘട്ടം ഘട്ടമായിട്ട് ഫേസ് ചെയ്യുക. അഘോരികൾ ചെയ്യുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എക്സ്പോഷർ തെറാപ്പിയാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന മരണത്തെ അവർ നേരിട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. മനുഷ്യ ശരീരം കത്തിത്തീരുന്നത് അവർ ദിവസവും കാണുന്നു. ആ ചിതയിലെ ചൂടിൽ അവർ ഭക്ഷണം പാകം ചെയ്യുന്നു. മരണമെന്നത് ജീവിതത്തിൻ്റെ തികച്ചും സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ് എന്ന് അവരുടെ തലച്ചോറിലെ ന്യൂറോൺ പാതകൾ തിരിച്ചറിയുന്നു. മരണത്തെ ഭയമില്ലാത്ത ഒരാൾക്ക് പിന്നെ ഈ ലോകത്ത് ആരെയാണ്, എന്തിനെയാണ് ഭയക്കാനുള്ളത്? സാമ്പത്തിക നഷ്ടങ്ങളെയോ പരാജയങ്ങളെയോ അതോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളെയോ? ഇതൊന്നും അവരെ ബാധിക്കുന്നതേയില്ല. അവർ തികച്ചും സ്വതന്ത്രരാണ്. ബാഹ്യമായ യാതൊന്നിനും അവരുടെ സ്വസ്ഥതയെയോ സമാധാനത്തെയോ കെടുത്താൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥ ലിബറേഷൻ അഥവാ മോക്ഷം. അഘോരികളുടെയും മറ്റ് ഉന്നതരായ സന്യാസിമാരുടെയും കാര്യത്തിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു അദൃശ്യ ലോകമുണ്ട്, ശംഭാല. കൈലാസത്തിൻ്റെ നിഗൂഢതകളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന സിദ്ധന്മാർക്കും ദിവ്യപുരുഷന്മാർക്കും മാത്രം എത്തിപ്പെടാൻ കഴിയുന്ന ഒരിടം എന്നാണ് ഇതേക്കുറിച്ച് പലരും പറയുന്നത്. എന്നാൽ സൈക്കോളജിയുടെയും ക്വാണ്ടം ഫിസിക്സിൻ്റെയും ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഭൗതികമായിട്ടുള്ള ഒരു സ്ഥലം ആവണം എന്നില്ല. അത് ഒരു ഉയർന്ന ബോധതലമാണ്, ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങൾ ആൽഫ, തേറ്റ, ഗാമ സ്റ്റേറ്റുകളിലേക്ക് മാറുമ്പോൾ ബോധം അതീന്ദ്രിയ തലങ്ങളിലേക്ക് ഉയരും. അവിടെ സമയവും കാലവും ദൂരവുമെല്ലാം ഇല്ലാതാവും. ഭൂതകാലത്തിൻ്റെ വേദനകളോ ഭാവികാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അവിടെയില്ല. അനന്തമായ പ്രപഞ്ച ഊർജവുമായിട്ട് മനസ്സിലയിക്കുന്ന ആ അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ശംഭാല എന്ന് വിളിക്കുന്നത്. നമ്മളും നമ്മുടെ ഉള്ളിലെ അനാവശ്യ ഭയങ്ങളെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് ധ്യാനത്തിലൂടെയും റിലാക്സേഷനുകളിലൂടെയും മുന്നേറുമ്പോൾ നമുക്കും ഈ ഉയർന്ന ബോധതലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ അഘോരികളെപ്പോലെ ശ്മശാനത്തിൽ പോയി ജീവിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വളരെ വലിയ ഒരു പാഠമുണ്ട്. ഭയം എന്നത് നമ്മുടെ തലച്ചോറിൻ്റെ തികച്ചും ഭ്രമാത്മകമായ ഒരു സൃഷ്ടി മാത്രമാണ്. നമ്മൾ അതിൽ നിന്നും ഒളിച്ചോടും തോറും അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അക്കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളുടെ യഥാർത്ഥ ഭയങ്ങളെയും അരക്ഷിതാവസ്ഥകളെയും മുഖാമുഖം നേരിടാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കും മറ്റുള്ളവരുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് നിങ്ങളുടെ അസ്തിത്വത്തെ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ഉള്ളിലെ ലിമിറ്റിംഗ് ബിലീഫുകളെ മാറ്റിയെടുക്കാനും ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനും ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ അതിജീവിച്ച് പൂർണ്ണമായ ആത്മവിശ്വാസമുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ പുതിയൊരു വെളിച്ചം നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിശേഷപ്പെട്ട വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയുമായി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.